ധ്യാനത്തിലൂടെയുമൊക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, മനുഷ്യത്വത്തോട് ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ, ദൈവത്തിൻ്റെ മകളാണ് നമ്മളെന്നുള്ള ബോധ്യം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാണല്ലോ, ആ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, ജാതമതിഭേദമന്യേ. കാരണം ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വരുന്ന കുറേ നേരം പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഉടമ്പടി, ഒന്നാമത്തെ ഉടമ്പടി അവിടെ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് അക്രൈസ്തവരായ സഹോദരങ്ങളെ കണ്ടു, ആണ് പെണ്ണടക്കം. ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന അക്രൈസ്തവരായ മനുഷ്യരിലേക്ക് മാതാവ് അവിടുത്തെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തരും. കാരണം നിങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി, കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ്. എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തിങ്കൽ. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർണാടകയിൽ, ഏകദേശം ഇവിടെ നിന്ന് 1140 കിലോമീറ്റർ അകലെ ഭദ്രാവതി രൂപതയിൽ ഇടുവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. എനിക്ക് ഇടവക പള്ളിയാണ്, ഒപ്പം 2 സ്റ്റേഷൻ പള്ളികളും. എൻ്റെ ഇടവകയിൽ 55 കുടുംബങ്ങളാണുള്ളത്. മിഷൻ പ്രദേശമാണ്. എൻ്റെ സ്വന്തം വീട് ഇടുക്കി ഇരട്ടയാറ് ഇടവക. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ പോയി ഒരു ധ്യാനം ഒക്കെ കൂടി ഒരുങ്ങിയാണ് ഇവിടെ വന്നത്. സാക്ഷ്യം ഇതാണ്. ഈ അമ്മയെക്കുറിച്ച് അറിയുന്നത് സഞ്ചരിക്കുന്ന മാതാവെന്ന് കൂടിയാണ്. ഞാൻ ഉടമ്പടി ഒന്നും നേരത്തെ എടുത്തിരുന്നില്ല. ഇന്നാണ് ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സാക്ഷ്യം ഇതാണ്. ഞാനൊരു അഭിഷിക്തൻ എന്ന നിലയിൽ സാധാരണ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താറൊന്നും ഇല്ല, അവരതിനുള്ള മനസ്സ് കാണിക്കാറുമില്ല. പക്ഷെ ദൈവം തന്ന വലിയ അനുഗ്രഹം അമ്മയുടെ ദൈവമഹത്വത്തിനും അമ്മയ്ക്കും നൽകണമെന്നുള്ള ഒരു ചിന്ത, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അച്ഛനായിട്ട് 30 വർഷമാകുകയാണ്. 30ാമത്തെ വർഷത്തിലാണ്. എൻ്റെ ശരീരത്തിൽ ഒരു 5 മാസം കൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ വിശ്വാസത്തോടെ തന്നെ പറയണമല്ലോ, എൻ്റെ ഈ 2 കാലിൻ്റെയും ഇടയ്ക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിൽ ഒരു വലിയ മുഴ ഉണ്ടായി. ഏകദേശം നമ്മുടെ കണക്കിൽ പറഞ്ഞ ഒരു ഇഡ്ഡലിയുടെ മുഴപ്പില്ലെന്ന് പറയും. അതിന് ചുറ്റും ഒരു 10-15 എന്താ പറയുക, കടലക്കുരു പോലെ ചില മുഴകളും. അത് ചെറുതായിട്ട് വന്ന് വളർന്നു ഒരു 2-3 മാസം കൊണ്ട് അത് വളരെ വലുതായി. ഞാൻ ഒരച്ഛനെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നാണമാകാം. പിന്നെ ഒരു ഡോക്ടേഴ്സിനും കണ്ടില്ല, ഒരു കൺസൾട്ടേഷനും പോയില്ല, ഒരു മരുന്നും എടുത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ. അപ്പോൾ ഇത് ഓരോ ദിവസം കൂടി വന്ന് അതിൻ്റെ വലിപ്പം കൂടി വന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഡൈഫറും കെട്ടിക്കൊണ്ട് പോലും കുർബാന അർപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എനിക്ക്. ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ കുളിച്ചേച്ച് നോക്കുമ്പോൾ ബാത്റൂം നിറച്ച് ബ്ലഡ്. കാരണം ബാത്റൂം കുളിച്ചതിന് ശേഷം ശരീരം തോർത്തി കഴിഞ്ഞപ്പോൾ ഈ മുഴയുടെ എല്ലാം തൊലി അങ്ങ് മാറിപ്പോയി, കംപ്ലീറ്റ് റഫ് ആയത്. ബാത്റൂം മുഴുവനും ബ്ലഡ്. ആരോടും സഹായിക്കാൻ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അച്ഛന്മാർക്ക് അങ്ങനെയാണല്ലോ, ഒറ്റയ്ക്ക് താമസിക്കുന്നു. ദൈവമല്ലാതെ മറ്റാരും ആ സമയത്തൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഞാൻ കുളിച്ച് കഴിഞ്ഞ് തോർത്തി, ഞാൻ പഞ്ഞിയൊക്കെ വെച്ച് അതെല്ലാമായി. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഡൈഫർ ഉപയോഗിക്കാൻ തുടങ്ങി. കുർബാനയ്ക്ക് സീറോ മലബാർ കുർബാനയാണല്ലോ, ഞായറാഴ്ചയൊക്കെ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം അതങ്ങനെ തുടർന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ആശുപത്രിയിലും പോയില്ല, ഒരു മനുഷ്യരോടും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു സഹവൈദികനോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ, ഒന്ന് പ്രാർത്ഥിക്കാൻ സാധനം പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. ഈ കൃപാസനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മഹാ അത്ഭുതങ്ങളും ഇവിടുത്തെ നാനാജാതി മതസ്ഥർ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാനുഭവം സ്വീകരിച്ചു പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു, കർണാടകയിൽ നിന്ന്. അവൾ വന്ന വഴി എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ കൃപാസനത്തിൽ പോകാച്ചാൽ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കണം അച്ഛനും വേണ്ടി എന്നും പറഞ്ഞു. അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ പത്രവും കൊണ്ടുപോയി തന്നു. അച്ഛൻ ഇത് അവിടുത്തെ പത്രം, അതുപോലെ മാതാവിൻ്റെ ഈ അമ്മയുടെ രൂപം ഒരു ചെറിയ ഫോട്ടോയും കൊണ്ടുപോയി തന്നു. ഞാനത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. എൻ്റെ മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ എങ്കിലും മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, അമ്മ എല്ലാവരെയും കേൾക്കുമല്ലോ.
ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 9-ാം തീയതി എൻ്റെ അഭിമന്യ പിതാവിൻ്റെ മെത്രാൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. നാട്ടിൽ പോയി അതൊക്കെ കൂടി തിരിച്ചു വന്നു. അപ്പം വേദനയ്ക്ക് അസഹനീയമായി. പിറ്റേ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചു. എനിക്ക് ഡോക്ടറെ വന്നൊന്ന് കാണണം. ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഡോക്ടർ വന്നു കഴിയുമ്പം വ്യാഴാഴ്ച പോയി കാണാം എന്നൊക്കെയുള്ള ചിന്തയിൽ ഇരുന്നു. ബുധനാഴ്ച, അതായത് 14-ാം തീയതി ബുധനാഴ്ച ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി. അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞ, അമ്മ മാതാവേ, ഞാനൊരു അഭിഷിക്തനാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ? കുർബാന ചെല്ലണം. ആരോട് പറയും? എന്തു പറയും? രണ്ടും കൽപ്പിച്ച് ഞാൻ നാളെ പോവുക, ഡോക്ടറുടെ അടുത്ത് വരുന്നത് വരട്ടെ. ഡയഗ്നോസ് ചെയ്യാൻ പറയും. ചെയ്ത് കഴിഞ്ഞാൽ ബയോപ്സിക്ക് വിട്ട് കഴിയുമ്പോൾ എന്താണേലും വരുന്നത് വരട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ 3:50 എഴുന്നേൽക്കുന്നൊരു മനുഷ്യനാണ്. ഫ്രഷായി ആരാധന നടത്തും, പ്രാർത്ഥിക്കാൻ പോകും. അപ്പം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല. അതിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു 10ഓളം വരും ആ കടല വലിപ്പത്തിലുള്ള ആ മുഴകളും അവിടെയില്ല. അപ്പം ഞാൻ വലിയ സ്തബ്ധനായിപ്പോയി. എന്നിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വന്ന് പിന്നെ കട്ടിലിലൊക്കെ തപ്പി നോക്കി. അതായത് എവിടെയെങ്കിലും കിടപ്പുണ്ടോ, സംഗതികൾ എന്തെങ്കിലും പൊഴിഞ്ഞോ വീണോ ഒക്കെ എല്ലാവരും നോക്കി. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുടഞ്ഞു നോക്കി, ഒന്നും അവിടെ കണ്ടില്ല. ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ അന്നേരമാണ് അമ്മയോട്, ഈ മാതാവിനോട് പറയുന്നത്, അമ്മ മാതാവേ, എന്നിട്ട് ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചു. ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോൾ 10 മണിയായി. ഞാൻ ബാത്റൂമിൽ ഏറ്റവും 3 അതിന് ആ ഷോർട്ട് ടൈമിനുള്ളിൽ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ അഭിഷിക്തനായി എനിക്ക് ഈ വലിയ ഒരു രോഗസാധ്യത തന്നു. ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ പോയി അമ്മയുടെ അടുത്ത് പോയി, കൃപാസന മാതാവിൻ്റെ സ്ഥലത്ത് പോയി അമ്മയുടെ മഹത്വത്തിനായി ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ സാക്ഷ്യം കൊടുക്കും എന്ന് ഞാൻ അമ്മയുടെ അവിടെ വെച്ച് വാക്ക് കൊടുത്തു. അപ്പം എനിക്കിപ്പോൾ സൗഖ്യം കിട്ടിയിട്ട് ഏറെക്കുറെ 2 മാസം ആകുന്നു. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈശോയുടെ അനുഗ്രഹത്താൽ, അമ്മയുടെ മാധ്യസ്ഥാൽ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഈ രോഗം വന്നിട്ട് ഒരു ഗുളികയും എടുത്തിട്ടില്ല. ആരിൽ? അമ്മയിൽ മാത്രം ആശ്രയിച്ചു. അപ്പം സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഒരു വെളിപ്പാട് അകലെ നിന്ന് നമ്മയൊക്കെ നോക്കുന്ന അമ്മ, ഇത്രേ ഈശോ പറഞ്ഞല്ലോ, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറഞ്ഞത് ചെയ്തപ്പോൾ കാനായിൽ വലിയ അത്ഭുതം, വെള്ളം വീഞ്ഞായി മാറി. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരുപാട് കുറവുകൾ വരും. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥയിൽ അമ്മയെ തിരുവല്ല, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നത് കാര്യം എന്താണെന്നാണ് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ജോസഫ് അച്ഛൻ്റെ യൂട്യൂബ് സന്ദേശത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, മനുഷ്യത്വത്തോട് ജീവിക്കാൻ, മനുഷ്യനായി ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ, ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നമ്മളെന്നുള്ള ബോധ്യം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. ആ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, ജാതമതിഭേദമന്യേ. കാരണം ഇപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വരുന്നു, കുറേ നേരം പ്രാർത്ഥിച്ചു. ഇന്നിപ്പോൾ ഉടമ്പടി, 1ാമത്തെ ഉടമ്പടി അവിടെ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് അക്രൈസ്തവരായ സഹോദരങ്ങളെ കണ്ടു, ആണ് പെണ്ണടക്കം. ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന അക്രൈസ്തവരായ മനുഷ്യരിലേക്ക് മാതാവ് അവിടുത്തെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തരും. കാരണം നിങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ ക്രൈസ്തവർ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു അടിസ്ഥാനമുണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ഉറച്ചു വിശ്വസിച്ചോ, ഈ അമ്മയുടെ മാധ്യസ്ഥ ഇവിടെ വന്നു പോകുന്ന ഒരു മക്കളെയും, പ്രത്യേകിച്ച് അക്രൈസ്തവരായ ഒരു മക്കളെയും വെറും കൊയ്യോടെ പറഞ്ഞു വിടാൻ അമ്മ ഈശോയെ, അവിടുത്തെ മകനെ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വിശുദ്ധ സ്ഥലത്ത് വന്ന് കാലുകുത്തുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥന ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് എനിക്ക് അനുഗ്രഹം സാധിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ രൂപത, ഭദ്രാവതി രൂപതയെയും അഭിമന്യ പിതാവ് മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവിനെയും, എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഞങ്ങൾ 42 അച്ഛന്മാരാണ് മിഷണറിമാരായിട്ട് സേവനം ചെയ്യുന്നത്. ഏതാണ്ട് 136 സഹോദരിമാരുണ്ട്, സിസ്റ്റേഴ്സും. അവരെയും ഇടവക സമൂഹത്തെ മുഴുവനും അമ്മയിലൂടെ ഇവിടെ സമർപ്പിക്കുകയാണ്.
പിന്നെ കർണാടകയിൽ ഞാനൊക്കെ ജീവിക്കുന്നിടം അത്ര എളുപ്പമുള്ള സ്ഥലമല്ല ജീവിക്കാനും. ഞാൻ ജീവിക്കുന്നത് വന അതിർത്തിയോട് ചേർന്നാണ്. ഒരു 1.5 മാസം മുമ്പ് എല്ലാം കൃഷിയൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി വാഴയൊക്കെ നട്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളം തിരിക്കാൻ പോകണം. ഒരു ദിവസം വെളുപ്പിനെ 2:30 എഴുന്നേറ്റ് ബോറ് വെള്ളം തിരിച്ചു വിടാൻ പോകുമ്പം ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പുലിയമ്മയുടെ 3 പുലിക്കുഞ്ഞിൻ്റെ അടുത്താണ്. ഓർത്ത് നോക്കുക, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ ഒന്നും ചെയ്തില്ല. ഇവിടുന്ന് കൂടി വന്നാൽ ആ ഡോറിൻ്റെ അത്ര അകലെയാണ് ഞാനും പുലിയുടെ മക്കളും നിൽക്കുന്നത്. പുലിക്കൊരു സ്വഭാവമുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല. മനുഷ്യരങ്ങനല്ലല്ലോ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ കുട്ടി എവിടെയൊക്കെ പോവില്ലേ, എല്ലാത്തിനും പോവില്ലേ. പക്ഷേ ആ മൃഗം ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒന്നിനെയും ആക്രമിക്കാൻ പോവില്ല, ഒന്നിനും പോവില്ല. അതുങ്ങൾ വിശക്കുന്നെന്ന് കാണുമ്പോൾ ഒരു ലക്ഷണം കാണിക്കും, അപ്പോഴാണ് ഇരതയിടാനായിട്ട് പോകുന്നത്. പക്ഷേ അടുത്ത് ചെന്നിട്ട് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല, എൻ്റെ ജീവൻ അവിടെ തീർന്നേനെ, പുലിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ ഈ നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാട്ടുപോത്ത് വരും ഇഷ്ടം പോലെ, 10ഉം 20ഉം എണ്ണമൊക്കെ. ഒരു ദിവസം ഒരു 16 എണ്ണത്തിൻ്റെ നടുക്ക് പെട്ടുപോയി. ഞാൻ രാത്രിയിൽ വെള്ളം തിരിക്കാൻ പോയതാണ്. 10-16 കാട്ടുപോത്തുകളിടയ്ക്ക്. അതുങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ചു. പക്ഷേ ഞാൻ ജപമാല കയ്യിലുണ്ടായിരുന്നു, മുറുക്കെ പിടിച്ചു. ഒന്നും എനിക്ക് സംഭവിച്ചില്ല. 1 മണിക്കൂർ ഞാൻ അതുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥനയോട് നിന്നു. ഒന്നും എനിക്ക് സംഭവിച്ചില്ല. ഞാൻ പറയുന്നത്, ഞങ്ങൾ മിഷൻ സ്ഥലത്ത് ജീവിക്കുന്നത് വളരെ റിസ്ക്കിലാണ്, ത്യാഗത്തിലാണ്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം എന്നെ ഈ കേൾക്കുന്ന ഇത്രയും മക്കളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. ആകുന്നിടത്തോളം കന്നഡ ദേശത്ത്, കന്നഡയുണ്ട്, കൊങ്ങിണിയുണ്ട്, മറാഠിയുണ്ട്, തുളുവുണ്ട്, ഒക്കെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത്. അവരുടെ എല്ലാം ഇടയിൽ അമ്മ വഴി ഈ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ ഈ വലിയ ദൈവാനുഭവത്തെ ഞാൻ സാക്ഷ്യമാകാൻ പരിശ്രമിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഞങ്ങളെയും കൂടി ഓർക്കണമേ. ഒപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു കാര്യത്തിൽ സംബന്ധിക്കുവാനും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുവാനും അമ്മയോടൊത്തായിരിക്കുവാനും ഏറെ കൃപ നിറഞ്ഞ അച്ഛനെ എൻ്റെ മുഖം ഒന്ന് കാണുവാനും ഒക്കെ സാധിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദി. എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് രോഗത്താൽ വലയുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട്. സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞങ്ങൾ അത് തന്നെ ചെയ്തു പോകുന്നവരാണ്. എൻ്റെ കെയർ ഓഫിൽ 29 മക്കൾ ജീവിക്കുന്നുണ്ട്, അനാഥരായിട്ടുള്ളവർ. ഞാൻ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൈനീട്ടിയും കാല് നീട്ടിയും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പെൺപിള്ളേരും ആൺപിള്ളേരും കർണാടകയാണല്ലോ. അപ്പം അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ കൂടി ഓർക്കുക. ഇത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും. എനിക്ക് എൻ്റെ തിരിച്ചുള്ള യാത്രയും സുഗമമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയ്ക്കും യേശുപിതാവിനും തിരുസഭയ്ക്കും മഹത്വമുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി.